ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മേലെ നല്ല മുരിഞ്ഞ ഉള്ള നല്ല പഞ്ഞി പോലത്തെ ഉഴുന്നുവട ഉണ്ടാക്കിയാലോ. നമ്മളെ ചായക്കടയിലേക്ക് കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവട ഇല്ലേ, അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉഴുന്ന് 1-2 മണിക്കൂറൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്കതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1-2 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഐസ് ക്യൂബ് ഇട്ടെടുത്താലും നമ്മളെ മാവ് കുറച്ചുകൂടി പ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് വെള്ളം നിങ്ങൾ കുറച്ചായിട്ട് വെച്ച് നല്ല തിക്കായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ബീറ്റാക്കി കൊടുക്കാം. അപ്പം നമ്മൾ മാവ് ഒക്കെ ആണെന്ന് അറിയുകയാണെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ കിട്ടണം കേട്ടോ. ഇനി നമ്മൾ ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിവിടെ നൈസ് പത്തിരിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു 1-2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സവാള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകും ആവശ്യത്തിലുള്ള സാൾട്ടും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ജസ്റ്റ് കൈ ഒന്ന് നനച്ചെടുത്തിട്ട് നമുക്ക് ഓരോ ഉരുളാക്കിയിട്ട് നടുവിൽ ഒരു ഹോൾസ് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊരു ഗോൾഡൻ നിറാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പം നമ്മളെ ടേസ്റ്റി ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉഴുന്നുവട റെഡി ആയില്ലെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.